ഹലോ, വെൽക്കം ടു അന്വേഷു. ഞങ്ങളിവിടെ പഞ്ചാബിലാണേ. പഞ്ചാബിൽ വെക്കേഷൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിൽ കാര്യമായിട്ട് കാണാനൊന്നുമില്ല അതിന് മാത്രം. പിന്നെ മക്കളെയും കൊണ്ട് ഓരോ ദിവസം തള്ളി നിൽക്കണമല്ലോ എന്ന് കയറ്റിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു വാട്ടർ പാർക്ക് ഉണ്ട്. വലിയ സെറ്റപ്പൊന്നുമല്ല, എന്നാൽ ആ വാട്ടർ പാർക്കിൽ പോകാൻ നേരിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ്. ഏകദേശം ഒരു 10-11 മണി ഒക്കെ ആയിട്ടുണ്ടാവും ഞങ്ങളവിടെ എത്തിയപ്പം. ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ സത്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞൊരു വാട്ടർ പാർക്ക് പോലെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വലിയ സെറ്റപ്പൊന്നുമില്ല. നമ്മളെ നാട്ടിലെ വാട്ടർ പാർക്ക് വെച്ചിട്ടൊന്നും ആരും കമ്പയർ ചെയ്യരുത്. ഇത് ചെറിയൊരു സെറ്റപ്പാണ്. വെറും 500 രൂപ മാത്രമേ ഇതിൻ്റെ എൻട്രി ഫീ ഉള്ളൂ കേട്ടോ. 500 രൂപയ്ക്ക് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അത്ര ആ സംഖ്യക്കുള്ളത് ഒപ്പിക്കാമെന്ന് പറയാം. 2 സെക്ഷനായിട്ടാണ് ഇവിടെ. ഒരു ചെറിയൊരു സെക്ഷനും പിന്നെ കുറച്ചുകൂടെ വലിയൊരു സെക്ഷനും അങ്ങനെ. പിന്നെ മക്കൾക്ക് എന്താണെങ്കിലും എവിടെയൊക്കെ ഒന്ന് പോകണം അത്രയല്ലേ ഉള്ളൂ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് പുഴയുള്ളത് കൊണ്ട് അവർക്ക് മുങ്ങാനും നീന്താനൊക്കെ അറിയണമുണ്ട്. പിന്നെ ഒഴിച്ചു വിട്ടേക്കായിരുന്നു, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് ഒഴിച്ചു വിട്ടേക്കായിരുന്നു. എനിക്ക് പിന്നെ നീന്തലും വെള്ളത്തിൻ്റെ പരിപാടി ഒന്നും അറിയാത്തതുകൊണ്ട് എനിക്കെന്തെങ്കിലും പറ്റിയ പോലും അവരെ രക്ഷിക്കേണ്ടി വരും. അത്യാവശ്യം വൃത്തിയും ഒക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ പ്രശ്നമുള്ള സ്ഥലമൊന്നുമല്ല. പിന്നെ ഇച്ചിരി പഴയതാണെന്ന് തോന്നുന്നു, അതിൻ്റെ കുറച്ചൊരു മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇക്കാക്ക് ഈ ആഴ്ച മൊത്തം ലീവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്യൂട്ടിക്ക് വീണ്ടും ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പം ഈ പറ്റുന്ന ദിവസം തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ സെക്ഷൻ കേട്ടോ. വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് എക്സ്പെക്ട് ചെയ്തെന്നാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വലിയ ആളുകൾക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വേവിൻ്റെ സെറ്റപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ നാട്ടിലത്തെ പോലെ ഒന്നും എക്സ്പെക്ട് ചെയ്ത് ചെറിയൊരു വേവാണ്. എന്തൊക്കെ വെള്ളത്തിൽ പഠിച്ചിട്ടുണ്ടോ അത് മൊത്തം എൻ്റെ മക്കൾ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി റൈഡുകളൊക്കെ ഉണ്ട്. 2-3 ടൈപ്പുള്ള വെറൈറ്റി റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പോകുന്നപ്പോൾ. അത്രയും നേരം അവിടെ തന്നെയായിരുന്നു. പിന്നെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ഭക്ഷണത്തിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്, ചെറിയൊരു സംഭവമൊക്കെ. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇത് വെള്ളത്തിൻ്റെ ഒരു ഡാൻസിൻ്റെ സെറ്റപ്പ് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, രസമായിരുന്നു. ചെറിയ വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു താഴെ, അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ പേടിയായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും പേടിയുള്ള റൈഡായിട്ടിരുന്നത് ഈ കയറി. ഞാനും മക്കളും കയറിയത് ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇതിൽ വീഡിയോയിൽ പറ്റുന്നില്ല. ഞങ്ങൾ പോകാനായപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് പിന്നെയും കുറച്ച് ആളുകളൊക്കെ പിന്നെയും വരുന്നത്. കുറച്ച് കോളേജ് കുട്ടികളും മറ്റൊക്കെ ഉണ്ടായിരുന്നു വന്നപ്പോൾ. ഫാമിലി കുറവായിരുന്നു. നാട്ടിലെ പോലെ ചോറൊന്നും ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. ആകെ കിട്ടുന്ന ബർഗർ പോലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. തൽക്കാലത്തേക്ക് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അത് കഴിച്ചിട്ടുണ്ട്.